പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയർലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹനിധികളായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത നീതിമാന്മാരുടെ ശുഭതയെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നീതിമാന്മാർക്ക് ഉണ്ടാകുന്ന ശുഭകരമായ അനുഭവത്തെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാന്മാർക്കുണ്ടാകുന്ന നല്ല അനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്ന സകലത്തെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. അവൻ നല്ല ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു ശുഭതയുടെ അല്ലെങ്കിൽ നല്ല ഒരു ദൈവിക പ്രവൃത്തിയുടെ അനുഭവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നുകൂടി വായിക്കുന്നു: യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്ന സകലത്തെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. ഇത് യോസെഫിനെ കുറിച്ചാണ് ഈ വാക്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യോസെഫിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശുഭകരമായ ഒരനുഭവത്തിൽ മുന്നോട്ട് കടന്നു പോകുന്ന സാഹചര്യമല്ല. സഹോദരന്മാർക്ക് ആഹാരം കൊണ്ടുകൊടുക്കാൻ ചെന്നപ്പോൾ സഹോദരന്മാര് യോസഫ് ദർശനം കണ്ടത് മുഖാന്തരം യോസഫിനെ പൊട്ടക്കിണറ്റിൽ ഇട്ടുകളയുകയും അവിടെ നിന്ന് മിദ്യാനിയ കച്ചവടക്കാർക്ക് വിൽക്കുകയും അവിടെ നിന്ന് കച്ചവടക്കാരാല് മിസ്രൈമിൽ ഒത്തിഫോറിന്റെ ഭവനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില പ്രതികൂലത്തിന്റെ നടുവിൽ കൂടിയും വിശ്വസ്തത കാത്തു സൂക്ഷിച്ചതുകൊണ്ട് യോസെഫിന്റെ മേൽ ദൈവം ചില അധികാരത്തെ പകരുവാൻ ഇടയായി തീർന്നു. അപ്പൊ അതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്, ചില ആത്മീയത്തിന്റെ അധികാരത്തെ പകരണമെങ്കിൽ ചില പ്രതികൂലത്തിൽ കൂടി കടന്നു വരുന്ന വിശ്വസ്തയോടെ നിൽക്കുന്ന തൻ്റെ ജനത്തിന്മേൽ ദൈവാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഈ വാക്ക് യോസെഫിനെ കുറിച്ചാണ് പറയുന്നത്. സഹോദരന്മാർ വിറ്റതിനു ശേഷം യോസെഫ് മിസ്രൈമിൽ പൊത്തിഫറിന്റെ വീട്ടിൽ ദാസനായിരുന്നു. ദാസൻ എന്ന് പറയുമ്പോൾ അടിമയായി വേല ചെയ്യുവാനിടയായി തീർന്നു. അവനോട് പഠിപ്പിക്കുന്ന ദാസനായിരുന്നു എങ്കിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. അടിമയായിരുന്നു എങ്കിലും അല്ലെങ്കിൽ ദാസനായി പൊത്തിഫറിന്റെ ഭവനത്തിൽ താൻ ആയിരിക്കുമ്പോഴും ദൈവ സാന്നിധ്യം വിട്ടുകളയാതെ നിന്നതുകൊണ്ട് ദൈവം അവൻ ചെയ്യുന്ന കാര്യത്തെയെല്ലാം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൂത് പറയാം, ചില പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു വരുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം നമ്മൾ. ചില പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കടന്നു വരുന്നവരായിരിക്കാം. സഹോദരങ്ങളാൽ ഒറ്റപ്പെടുത്തുന്നവരായിരിക്കാം, കുറ്റപ്പെടുത്തുന്നവരായിരിക്കാം, അവരെങ്ങനെ തകർത്തു കളയുവാൻ നോക്കുന്നവരായിരിക്കാം. എന്നാൽ ദൈവാത്മാവ് നമ്മെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു: ആരെല്ലാം പൊട്ടക്കിണറ്റിലിട്ടാലും, ആരെല്ലാം കച്ചവടക്കാർക്ക് വിറ്റാലും, എവിടെയെല്ലാം നീ അടിമയായി മാറിയാലും, നിന്നിൽ പകർന്നിരിക്കുന്ന ഒരു ദർശനമുണ്ടല്ലോ, ആ ദർശനം നിന്നിൽ നിന്ന് വിട്ടുകളയാതെ നീ അതിനെ മുറുകെ പിടിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നിന്റെ പ്രവർത്തികളോട് കൂടെ ഇരിക്കുവാൻ ഇടയായിത്തീരും. ആമെ വ്യക്തമായി കാണാൻ കഴിയുന്നത്, ഈ വാക്യം പഠിപ്പിക്കുന്നത് നീതിമാന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമാണ് യഥാർത്ഥ അനുഗ്രഹത്തിന്റെ കാരണം എന്നതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. നീതിമാന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം. അപ്പൊ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമാണ് യഥാർത്ഥ അനുഗ്രഹത്തിന് കാരണമെന്ന് പറയുന്നത്. ശുഭം എന്നത് എല്ലായ്പ്പോഴും കഷ്ടതകളില്ലാത്ത ജീവിതം എന്നല്ല അതിന്റെ അർത്ഥം. അപ്പം പലപ്പോഴും കഷ്ടതകളുണ്ട്. യോസഫിന്റെ ജീവിതത്തിൽ ശുഭകരമായ അനുഭവം എന്ന് പറയാൻ കാരണം എന്നും ശുഭമായ അല്ലെങ്കിൽ പ്രയാസമില്ലാത്ത അനുഭവം ഉണ്ടായിരുന്നു എന്നല്ല അവിടെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും കഷ്ടതകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സഹോദരങ്ങളാൽ ഉണ്ടായിരുന്ന കഷ്ടതകൾ,
മിദ്യാനിയ കച്ചവടക്കാരാൽ ഉണ്ടായിരുന്ന കഷ്ടതകൾ, പ്രതികൂല സാഹചര്യങ്ങൾ, നേരിട്ട അനുഭവങ്ങൾ, പോത്തിഫറിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങൾ. പക്ഷെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ യോസഫിന്റെ ദർശനത്തിന് ഒരു മങ്ങൽ സംഭവിക്കുവാൻ ഇടവന്നില്ല എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി ദൂത് പറയാം. ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, ചില ഒറ്റപ്പെടലുകൾ വരുമ്പോൾ, ചില കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ, ഭവനത്തിൽ നിന്ന് തള്ളപ്പെടലുകൾ വരുമ്പോൾ, ആമേൻ, ദൈവ സാന്നിധ്യം വിട്ടുകളയാതെ മുറുകെ പിടിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ആമേൻ, നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ ദൈവം നമുക്കൊരു ശുഭത വരുത്തുവാൻ ഇടയായിത്തീരും. ആമേൻ, കഷ്ടതകൾക്കിടയിലും ദൈവം കൂടെ ഉണ്ടായി തന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ ഇടയാകും. അപ്പൊ കഷ്ടതകളുടെ നടുവിലും ദൈവ സാന്നിധ്യം വിട്ടുകളയാതെ മുറുകെ പിടിക്കാൻ തയ്യാറാകുമ്പോൾ, കാരാഗ്രഹത്തിന്റെ അനുഭവം വരുമ്പോഴും ദൈവ സാന്നിധ്യം മുറുകെ പിടിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ദൈവാത്മാവ് നമ്മുടെ പ്രാർത്ഥനയുടെ നടുവിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പിന്നെ കാണാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം അവനെ വേറിട്ടു നിർത്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ വിശ്വസ്തതയും സത്യസന്ധതയും മറ്റുള്ളവർക്ക് വ്യക്തമായി കാണിക്കുവാനിടയായി തീർന്നു എന്ന് കാണുന്നുണ്ട്. ആമേൻ, അവൻ ഉണ്ടായിരുന്നത് കൊണ്ട് പോത്തിഫറിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 39:5 അവിടെ പഠിപ്പിക്കുവാനിടയായിത്തീരുന്നുണ്ട്. അപ്പൊ നമ്മിൽ കൂടി ചിലർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ വേറിട്ട ഒരു പ്രത്യാശയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ഒരു വാക്കും കൂടെ വായിക്കാൻ, സങ്കീർത്തന പുസ്തകം 1:3, നീതിമാൻ ചെയ്യുന്നത് എല്ലാം വിജയകരമായി മാറുവാനിടയായി തീരും. അപ്പൊ നാം, ആമേൻ, ഒരു ശുഭതയുടെ അനുഭവം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായി തീരുവാനിടയായി തീരണം. ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകാം. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.